ഹാക്കാണ്. ഹാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഓൾറെഡി നേരത്തെ വർഷങ്ങളിലൊക്കെ നമ്മൾ കുറേ നാൾ മുമ്പ് തൊട്ടേ യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടൊരു വീഡിയോ ആണ്. നമ്മൾ ഈ വേസ്റ്റ് ബിന്നും പിന്നെ കുറേ കമ്പ് വെച്ച് ഉണ്ടാക്കുന്നൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നൊരു വീഡിയോ, ഒരു ഹാക്ക് വീഡിയോ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്യാവശ്യം ഇപ്പോൾ ക്രിസ്മസ് ട്രീക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലോ, ആമസോണിലും ഒക്കെ നോക്കുമ്പോൾ തന്നെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു 500 രൂപയ്ക്ക് ഉള്ളിൽ നമുക്ക് എങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ ഹാക്ക്, ഇന്നത്തെ ഒരു വീഡിയോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ, അപ്പം അതുപോലൊക്കെ ഉള്ളൂ കേട്ടോ. അത്ര അടിപൊളി എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറ എങ്ങനെ ഉണ്ട്. പക്ഷേ സത്യത്തിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ലുക്കുണ്ട്, അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ട് കമൻറ്റ് പറയാം എങ്ങനെയുണ്ട്. പിന്നെ കുറേ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ്, അതുകൊണ്ടായിരിക്കും അത്ര മണ്ടത്തരം വന്നത്. അത്യാവശ്യം ക്രാഫ്റ്റിന് കുറച്ച് ഐഡിയ ഉള്ളവർക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും. എനിക്കൊന്നും ഒരു ഐഡിയ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ സത്യത്തിൽ കുറേ പൊട്ടത്തരം ചെയ്തു. പിന്നെ ആമിക്ക് ഞാൻ വാക്ക് കൊടുത്തു, അതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്തേ പറ്റും. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയെന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറ, കമൻറ്റ് ചെയ്യും എങ്ങനെയുണ്ട്. കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും കാണുന്നവരും സബ്സ്ക്രൈബും കൂടി ചെയ്ത് നല്ല ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് പുറത്തിരുന്നാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ? ഇവിടെ ഇരിക്കടാ, ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ. ഓക്കെ, നമുക്ക് സാധനമൊക്കെ എടുത്തോണ്ട് വരട്ടെ അമ്മ. സാധനമൊക്കെ എടുത്തോണ്ട് പെട്ടെന്ന് കിട്ടിയ സാധനം കപ്പക്കമ്പാണ്, അതുകൊണ്ടാണ് കപ്പക്കമ്പ് ഇട്ടെടുത്തത്. മുളയുടെ കമ്പൊക്കെ നല്ല ഷേപ്പിൽ കിട്ടുമായിരുന്നേ. പിന്നെ ഞാനൊരു നമ്മുടെ ഈ ഒരു ബക്കറ്റിൻ്റെ ഒരു അടപ്പെടുത്തു, പിന്നെ കുറേ കേബിൾ ടൈ എടുത്തു. ഇത്രയും സാധനം കൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് എടുക്കാം, ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനമൊക്കെ ഇത് കഴിഞ്ഞിട്ട് മതി. ആമി ഈ ഇതെടുത്തില്ലെന്ന് പറയുന്നത് നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളില്ലേ, സ്റ്റാർ, ചെറിയ പപ്പാനി, അതിനാണ് ഇതെടുത്തില്ല. ആമിയുടെ ലക്ഷ്യം അത് എടുക്കുക, അത് തൂക്കുക. അതാണ് ആമി അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ആ കമ്പെല്ലാം കൂടെ ആ ഹോളിൽ അത് കയറുന്നില്ല പിന്നെ ഞാനത് എങ്ങനെയൊക്കെയോ കയറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം എനിക്ക് മനസ്സിലായി ഇത് നടക്കുന്ന പരിപാടിയല്ല. ഒരു കമ്പ് കയറി കേട്ടോ, ആ ഹോളിൽ കൂടെ ഒരു കമ്പ് ഞാൻ കുത്തി കയറ്റി. എന്നിട്ട് ഞാൻ കേബിൾ ടൈ വെച്ച് നന്നായിട്ട് ടൈ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഇതിൻ്റെ അത് കയറാൻ പാടപ്പോൾ പിന്നെ അത് ഷേപ്പ് ചെയ്യുവാണ്. ഒരു കത്തി വെച്ച് കട്ട് ചെയ്ത് ഞാൻ ഷേപ്പ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ അടുക്ക് ആ അയ്യത്തൂടെ ഒരു പട്ടി നടക്കുന്ന കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ ആമയോട് ഒരു ആമി വാ എന്നൊക്കെ പറഞ്ഞതൊക്കെ അവിടെ ഇട്ടിട്ട്. ആമി പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ? ഞാൻ പറഞ്ഞാൽ ഓക്കെ ആണ്. ആമി കുറേ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ, പിടിച്ചൊക്കെ തരാൻ വേണ്ടി കുറേ ഹെൽപ്പ് ചെയ്തു. അവൾക്ക് ഫൈനൽ ആ ഒരു ട്രീ ആയിക്കഴിഞ്ഞാൽ അവൾക്ക് സാധനങ്ങളൊക്കെ അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ആമി. ഇത്രയും ചുറ്റിയപ്പോഴത്തേക്കും നമുക്കിനി ബാക്കിയില്ല ഈ സംഭവം. അപ്പം നമ്മളിത് പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് ബാക്കി ചെയ്യും അല്ലേ? ലെറ്റ്സ് ഗോ. ഹെൽമെറ്റ് വെക്ക്. അതിന് ഞങ്ങൾ കടയിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇത് നമുക്ക് വേറൊരു കളറാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ 2 കളറും കൂടെ ഞാൻ വെച്ച് മിക്സ് ചെയ്ത് ചെയ്യാം എന്ന് വെച്ച് ഞാൻ ഇപ്പം ഇത് വെച്ച് കുറച്ചുകൂടെ തിക്നെസ് ഉള്ളതാണ് കിട്ടിയത് രണ്ടാമത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തിടാമെന്ന് പറഞ്ഞ് ഞാൻ ചുറ്റാൻ സ്റ്റാർട്ട് ചെയ്തു.
സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എങ്ങും എത്തുന്നില്ല. അതും ഫ്ലോപ്പാന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മളെല്ലാം തിരിച്ചൂരി എൻ്റെ അടുത്ത് ഇനി വേറെ എന്തെങ്കിലും നോക്കാം, ഒന്നുകിൽ കമ്പിലെ നീളം കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാം ഊരി തിരിച്ചൂരി. നമ്മളിവിടെ കളയാൻ വെച്ചേക്കുന്നൊരു കൊട്ട കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ചു നേരം കൊട്ടയിൽ ശ്രമിച്ചു പല പരീക്ഷണങ്ങൾ. കൊട്ടയെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായി, കൊട്ടയും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ നമുക്ക് പിന്നെ വേറൊരു കൊട്ട എടുത്തു. ഇവിടെ കളയാൻ വെച്ച് ഒരു അരിപ്പ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അന്ന് അതിൽ നോക്കാമെന്ന് പറഞ്ഞ് അത് റീപ്ലേസ് ചെയ്തു. അതിലോട്ട് നമ്മൾ മാറി. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആമിക്ക് അത് വേണം എന്നൊരു ഇതുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത്. അല്ലാതെ ഞാൻ പകുതി വെച്ചിട്ട് പോയത്, കാരണം നമുക്കൊരു ക്ഷമയും അത്ര ക്ഷമ എനിക്കില്ല. പിന്നെ നമ്മളത് ചുറ്റാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞാൻ ഓൾറെഡി കമ്പിൻ്റെ നീളം കുറച്ചുകൊണ്ട് ഇനി എന്തായാലും ഓക്കെയാണ്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വർഷം ഞാൻ നേരത്തെ മുളയൊക്കെ വെട്ടി സെറ്റാക്കിയിട്ടായിരിക്കും ചെയ്ത്. ഇതിനൊരു ഷേപ്പും അത്ര കറക്റ്റല്ല, കുറച്ച് അപാകത എന്താ ഇനി പറയുന്നത്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെയോ അത് കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാതിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് പറയൂ കണ്ടിട്ട്. നന്നായിട്ടുണ്ടോ? ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പൊക്കെ വന്നെന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആമിയെ പറ്റിയിട്ട് ഇതൊക്കെ മതി. പിന്നെ ആമി ഡെക്കറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഈ ട്രീയെ മാറ്റി ഞാൻ വേറെ സ്ഥലത്തോട്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക്? കൊള്ളാവോ? നമുക്ക് ലൈറ്റും കൂടെ അതിനൊന്ന് ചുറ്റിച്ചെടുക്കാം. ലൈറ്റൊക്കെ കുത്തി സെറ്റാക്കി നമുക്കതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കണ്ടാലോ? രാത്രി ആകുമ്പോഴത്തെ ലുക്ക് എങ്ങനെ ഇരിക്കും? ഇതിന് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയൊരു സ്റ്റാറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെറിയ വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആമയുടെ കസിൻസൊക്കെ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അവർ നാട്ടിൽ ചെന്നൈയിൽ നിന്ന് വന്നു. അപ്പോൾ ആ സമയത്ത് ആമയോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവർ വരുന്ന കാര്യം. അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ ക്ലിപ്പും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. കണ്ട ഞാൻ പറഞ്ഞ ചേച്ചിയില്ല, ശങ്കുമില്ല, ശങ്കു ചേച്ചി ഒന്നില്ല, ഒന്നില്ല, ശങ്കു ഒന്നില്ല, ശങ്കു ഒന്നില്ല, ശങ്കു ഒന്നില്ല, ശങ്കു ഒന്നില്ല. നിനക്ക് സുഖം എടുക്കാൻ പറ്റുന്നല്ലോ ആമയൊക്കത്ത്. ആമയ്ക്കൊരു സർപ്രൈസ് കാണിച്ചോട്ടെ. ഹലോ, ഇതാരാന്ന് നോക്ക്. ആമിയുടെ പൊന്നുമുള്ള ശങ്കു. ആമയുടെ ശങ്കു. ചിക്കരി ഇതാരാന്ന് ഓർമ്മയുണ്ടാ? ഇതാരാന്ന് നോക്കടി. നമുക്ക് പോവാ ഉള്ളിലേക്ക്. ശങ്കു വെള്ളപ്പോഴും സ്നേഹം